അപ്പോൾ തന്നെ നമ്മുടെ താളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പുതിയൊരു ഹെയർ ടിപ്പ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്നോട് വീണ്ടും റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ് താളി. ചേച്ചി താളി ഉണ്ടാക്കുന്ന കാണിക്കണം, താളി ഉണ്ടാക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ താളി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് 1-2 സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടി ഇടും. അത് നമ്മുടെ മുടിക്ക് എന്താ പറയുക, കുറച്ചുകൂടി ഷൈൻനെസ്സും കുറച്ചുകൂടി തിക്നെസ്സും അതുപോലെ തന്നെ കുറേ കൂടി ക്ലീൻ ആക്കി എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ ആ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്താം. അപ്പോൾ അതേ നമ്മുടെ വീടുകളിലൊക്കെ കിട്ടുന്ന നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പം എൻ്റെ മുടിക്ക് ഇത്രയും ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് എടുത്തേക്കുന്നത്. അവരവരുടെ മുടിക്ക് അനുസരിച്ച് മാത്രം എടുത്താൽ മതി. വേണ്ട കറ്റാർ വാഴയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തി ഇലയില്ലേ, ചെമ്പരത്തി ഇലയും ചെമ്പരത്തി പൂവും, ഏത് തരം ചെമ്പരത്തി വേണേലും എടുക്കാം, ചെമ്പരത്തി പൂ വേണേലും എടുക്കാം. അതൊക്കെ അവരവർക്ക് ലഭ്യത അനുസരിച്ച്. പിന്നെ വേണ്ടുന്നത് ഉലുവ, പിന്നെ വേണ്ടുന്നത് കുറച്ച് തേങ്ങാപ്പാൽ. ഇതിന് പ്രത്യേകിച്ച് അളവായിട്ടൊന്നുമില്ല, നമുക്കറിയാമല്ലോ നമ്മുടെ മുടിക്ക് ബെനിഫിറ്റായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ നമ്മുടെ മുടി എത്ര ഉണ്ടോ അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഇനി ഇതെന്താ ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എണ്ണയ്ക്ക് ചെയ്ത പോലെ തന്നെ ഇതെല്ലാം കൂടെ അരച്ച് പിഴിഞ്ഞ് അതിൻ്റെ ചാറെടുത്ത് അത് മാത്രമായിട്ടാണ് തലയിൽ തേക്കുന്നത്. അപ്പോൾ ഞാൻ മിക്സിയിൽ ഗ്രൈൻഡർ യൂസ് ചെയ്യാറില്ല. അതിന് വരെ നമുക്ക് നമ്മുടെ അരകല്ലുണ്ട്, നമ്മൾ അതിനകത്തെല്ലാം ഇടിച്ച് പിഴിഞ്ഞെടുക്കാം. ഉലുവേൻ്റെ നമുക്ക് ഇതുപോലെ ചതച്ചെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ കേട്ടോ. ചതച്ചാൽ മതി, അങ്ങ് അരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഉലുവ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയത്, ഈ ഉലുവ ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ ഇട്ടിരുന്ന കേട്ടോ. വെറും വെള്ളത്തിൽ തന്നെ സോക്ക് ചെയ്യാൻ ഇട്ടിരുന്ന ഒരു 2 സ്പൂൺ ഉലുവേ ഉള്ളത്. നമ്മളത് നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ചതയ്ക്കുമ്പം പിന്നെ ഇതുപോലെ വലിയ വലിയ കഷ്ണങ്ങളായിട്ടൊക്കെ കിടക്കും, അത് മൈൻഡ് ചെയ്യണ്ട. നമുക്കിനി ഇതൊരു ക്ലോത്തിൽ നല്ലതുപോലെ പിഴിഞ്ഞെടുക്കാം. എണ്ണ നമ്മളുടെ കണ്ടോ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ. ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് തോന്നുന്നു ഇപ്പോൾ ഇത് ഇപ്പം കല്ലിൽ അരയുന്നില്ല എന്നുണ്ടെങ്കിൽ മിക്സിയിൽ അരച്ചെടുക്കുക. അരയ്ക്കുമ്പോഴും ഇത് അരയുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ വെള്ളം ആഡ് ചെയ്യരുത്, ആലുവേറ ജെൽ ആഡ് ചെയ്ത് വേണം ഇത് നീട്ടാൻ. അപ്പോൾ ഇത് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ കിട്ടും കണ്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മുടെ താളി കണ്ടോ, നല്ല തിക്ക്. അതുകൊണ്ട് തന്നെ ഇത് മുടിയിൽ തേക്കുമ്പം നമുക്ക് ആ മുടി അതുപോലെ എന്താ പറയുക, മുടിയിൽ അഴുക്കെല്ലാം എടുത്ത് കളഞ്ഞ് ഇത് കഴുകി കളയാൻ പറ്റത്തുള്ളൂ. ഇത്രയും തിക്കാണ്. ഇനി ഇത്രയും ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ തേങ്ങാപ്പാൽ ഇതിലേക്ക് ആഡ് ചെയ്യാവൂ. ഈ തേങ്ങാപ്പാൽ നമ്മുടെ മുടിക്ക് നല്ല ഷൈനിങ് എഫക്റ്റ് കൊടുക്കും. ഒരു കണ്ടീഷണർ യൂസ് ചെയ്യുന്ന ആ ഒരു എഫക്റ്റ് നമുക്ക് ഈ തേങ്ങാപ്പാലിൽ കൊടുക്കും. ഇത് ഡയറൊന്നുമില്ല, ഡയറക്റ്റ് ഇങ്ങനെ അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ താളി വേണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെങ്ങനെ നമ്മുടെ തലയിൽ തേക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, താളി എന്നല്ല, എന്തൊരു ഹെയർ പാക്ക് ആയാലും എന്ത് ചെയ്യുന്നതിന് മുമ്പും നമ്മുടെ തലയിൽ നല്ല എണ്ണമയം വേണം. അഥവാ അങ്ങനെയില്ല, ഇപ്പം നിങ്ങൾ ഇന്ന് താളി ഇട്ട് കഴുകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ തലേന്ന് രാത്രി എന്ത് ചെയ്യുക, മുടിയിൽ ഒത്തിരി എണ്ണയല്ല, അത്യാവശ്യം എണ്ണ തേച്ച് പിടിപ്പിച്ചിരിക്കണം. അല്ലെങ്കിൽ അന്ന് രാവിലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഉടനെ തന്നെ അത് കഴുകി കളയുകയും ചെയ്യരുത്. അപ്പം ഒരു 3-4-5 മണിക്കൂർ ഗ്യാപ്പ് കിട്ടണം. അപ്പം അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ താളി മാക്സിമം എഫക്റ്റീവ് ആകത്തുള്ളൂ. അത് മാത്രമല്ല മുടിക്ക് ഒരു പ്രൊട്ടക്ഷനും കൂടിയാണ് അത്. പിന്നെ ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. പത്ത് മിനിറ്റ് അല്ലെങ്കിൽ കൂടിപ്പോയ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് മുടി നല്ലപോലെ നമ്മുടെ സാധാരണ നോർമൽ വാട്ടറിൽ കഴുകി കളയുക. എന്നിട്ട് നല്ലതുപോലെ മുടി ഉണങ്ങണം. ഉണങ്ങാതിരിക്കാൻ ഒരു അവസരവും കൊടുക്കരുത്, നല്ലതുപോലെ ഉണങ്ങണം.